Hi, my name is Abin Varghese. I'm an expert trader and chief instructor for Torque School of Automotive. Basically, ഞങ്ങൾ ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് ട്രെയിനിങ് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് ട്രെയിനിങ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതും സേഫർ ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് ഞങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും നടത്തുന്നത് തന്നെ. ഞാൻ ഏകദേശം 10 വർഷത്തിന് മുകളിൽ ഈ ഒരു ഫീൽഡിൽ ഉള്ള ഒരാളാണ്. ഈ പറയുന്ന മോട്ടോർ സൈക്കിൾ ഫീൽഡിൽ റേസിംഗിലായിക്കോട്ടെ ടെക്നിക്കലായിക്കോട്ടെ എല്ലാ സൈഡിലും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ ഇത് ഒരാൾക്ക് മാത്രമായിട്ടുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ഏജ് കാറ്റഗറി ജെൻഡർ കാറ്റഗറി അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്ന് ജോയിൻ ചെയ്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഓഫ് റോഡ് ട്രെയിനിങ് എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട്, നോർമൽ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നവർ വരെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഈ ഒരു ഓഫ് റോഡ് ട്രെയിനിങ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ഓടിക്കുന്ന റോഡിൽ ഓടിക്കുന്ന മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിൽ തന്നെ വലിയ ചേഞ്ചസ് വരുത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൊഫഷണലി ആയിട്ട് മോട്ടോർ സൈക്കിൾ റേസിംഗ് ഓർ റൈഡിങ്ങിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സിലബസ് ആണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ റൈഡിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ വരുന്ന കൂടുതൽ റൈഡേഴ്സും ഭയങ്കര പേടിച്ചിട്ടാണ് വരിക. പ്രത്യേകിച്ച് റോഡിലുള്ള മണൽ ഇല്ലെങ്കിൽ യു ടേൺ എടുക്കാനുള്ള പേടി, ചെളിയിലൂടെ ഓടിക്കാനുള്ള പേടി, അങ്ങനെയുള്ള പലതരത്തിലുള്ള പേടി കൊണ്ടാണ് അവർ വരുന്നത് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൽ ആൻഡ് ടെക്നിക്ക് അറിയാത്തതാണ് ഇതിന്റെ വലിയൊരു പ്രശ്നം. അപ്പോൾ അത് ഇവിടെ ഞങ്ങൾ സോൾവ് ചെയ്ത് തരും. അത് 100% ഗ്യാരണ്ടി ആണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ഇഷ്യൂ ഉണ്ട്, ഹൈറ്റിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയുള്ള ഏതൊരു തരത്തിലുള്ള ഇഷ്യൂവും കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്തിരിക്കും. അപ്പോൾ അത് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇവിടെ വരുന്നില്ല. പേടി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൽ ആൻഡ് ടെക്നിക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ സൈക്കിൾ റൈഡിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം ഫൺ ആയിട്ടുള്ളതും അത്രത്തോളം എൻജോയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത കാര്യം യങ്സ്റ്റേഴ്സിനായിട്ടുള്ള ഒരു മെസ്സേജാണ്. എന്തുകൊണ്ട് റേസിംഗ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു റേസ് ട്രാക്കിലെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു റെക്ലെസ് ആയിട്ടുള്ള ഒരു ബാഡ് റൈഡർ ആയിരുന്നു. വൺസ് ഞാനൊരു വലിയ രീതിയിലൊരു മോട്ടിവേഷൻ റേസ് ട്രാക്ക് വഴി എനിക്ക് കിട്ടി. അത് വേറൊന്നുമല്ല, ദ റോഡ് ഈസ് നോട്ട് റേസ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഞാനും ഇതുപോലെ ഒരു 2014 ഒരു ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്ത് അന്ന് കിട്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനിലാണ് എന്നെ തന്നെ എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചത്. ഇപ്പോഴും എൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ദ റോഡ് ഈസ് നോട്ട് യുവർ റേസ് ട്രാക്ക് എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്രിനാലിൻ, നമുക്ക് എല്ലാവർക്കും അഡ്രിനാലിൻ ഉണ്ടായിരിക്കും. ആ ഒരു അഡ്രിനാലിൻ നമുക്ക് നല്ല പോലെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലോസ്ഡ് സർക്യൂട്ടിൽ വന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള റൈഡിംഗിലും പ്രോപ്പർ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഒരു ടെക്നിക്കൽ ട്രെയിനിങ് തന്നെ ചെയ്യുക. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് 100% കിട്ടും. ഞാൻ മലപ്പുറത്താണ് വീട്. ഞാൻ ബ്രാപ് സോപ്പ് അക്കാദമി ഞാൻ ഫൗണ്ടറാണ്. സോ ലാസ്റ്റ് 7 years ആയിട്ട് മോട്ടോർ സൈക്കിൾ ഓഫ് റോഡിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ റേസിംഗ് ഉണ്ട്, R&D ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. KTMലെ എക്സ്പേർട്ട് റൈഡർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൊഫഷണലി യോഗ ഇൻസ്ട്രക്ടറാണ്. മോസ്റ്റ്ലി ആൾക്കാർക്ക് ഓഫ് റോഡ് പഠിക്കാൻ വരുന്നവർക്ക് ക്ലച്ചും ബ്രേക്കിങ്ങും ഒന്നും സെറ്റല്ല. മീൻസ് അവർക്ക് അറിയില്ല ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. അവർക്ക് റോഡിൽ നേരെ പോയിട്ട് ബൈക്ക് നിർത്താനുള്ളൊരു ഒരു ഫെഡൽ മാത്രമാണ് ബ്രേക്ക്. അല്ലാണ്ട് ഇത് എങ്ങനെ നിർത്തണം, എന്താ ചെയ്യേണ്ടതെന്നും ആർക്കും ഒരു വ്യക്തതയില്ല. ലാസ്റ്റ് ബാച്ചിൽ വന്ന ഒരു കുട്ടിക്ക് ഈവൻ ബ്രേക്കിംഗ് ബാക്ക് ബ്രേക്ക് പോലും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഫ്രണ്ട് ബ്രേക്കിൽ മാത്രം യൂസ് ചെയ്ത് റൈഡ് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ നല്ലൊരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അക്കാദമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പൊന്തിക്കുമ്പോൾ പലതരത്തിലുള്ള ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഈ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടോർ സൈക്കിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരുന്നിട്ട് ഏത് സൈഡിലേക്കാണോ ലോക്ക് ചെയ്യേണ്ടത് ആ ഒരു സൈഡിലേക്ക് ലോക്ക് ചെയ്യുക. മിക്കത് ലെഫ്റ്റിലോട്ട് വീഴാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് ലോക്ക് ചെയ്യാണ് നല്ലത്. ഇവിടെ പിടിക്കുക, ഗ്രാബ് ബാറിൽ പിടിക്കുക. മിക്കത് ഇവിടെ തന്നെ എടുക്കാൻ പറയും. ഇത്രയും അടിയിൽ നിന്ന് നമ്മൾ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ മോട്ടോർ സൈക്കിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നേരെ നമ്മൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്യുക, നമ്മുടെ ഹിപ്പ് ഷിഫ്റ്റ് ചെയ്യുക, ഈ ഒരു സ്ലൈഡ് വരണം. ഡൺ. ഞാൻ നോർമലി ഹൈപ്പറായിട്ട് എല്ലാ ആക്ടിവിറ്റികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ എന്ത് ആക്ടിവിറ്റി ഹൈപ്പറായിട്ടുള്ളായിരുന്നു ഞാൻ അതിൽ പങ്കെടുക്കും. പിന്നെ ഓൾമോസ്റ്റ് ഓഫ് റോഡിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ അഡ്രിനൽ ശരിക്കും പമ്പിങ് കിട്ടി തുടങ്ങിയത്. മീൻസ് ഓരോ ഇവൻറ്റും ഇപ്പോൾ ഞങ്ങൾ പുതിയ ടെറൈൻ കണ്ടുപിടിച്ചിട്ട് ഓടിച്ച് കയറ്റാറുണ്ട്. ഓരോ മല എൻഡ്യൂറോ കാറ്റഗറി ഓടിക്കാറുണ്ട്.
ഓരോ റേസ് ഓടിക്കുമ്പോഴും ഓരോ ഇവന്റ് ഓടിക്കുമ്പോഴും അത്രയും ത്രില്ലാണ്. അതുകൊണ്ട് വേറൊരു സാധനം എനിക്ക് ആവശ്യമില്ല. മീൻസ് ഒരു സിഗരറ്റ് വേണ്ട, ഒരു കള്ള് വേണ്ട, ഒരു സാധനം വേണ്ട. ശരിക്കും പ്യൂർ ആയിട്ടുള്ള ഒരു ഡ്രഗ്സ് ഈ ഓഫ് റോഡ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം വേറെ സാധനം പോയിട്ടുമില്ല, ഇനി പോവില്ല. അത്രയും സെറ്റാണ്. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing sold out shows for 1,000 faces. Hey.